ഫ്രണ്ട്സ്, അപ്പോൾ ഷമീർ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പോകുന്നത് പാലക്കാട് ജില്ലയിൽ മലമ്പുഴ ഡാമിൻ്റെ പുറകുവശമായ കവ ഐസ്ലാൻഡിലേക്കാണ് കേട്ടോ. കവ ഐസ്ലാൻഡ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയുന്ന സ്ഥലം തന്നെയാണ്. കവ എന്ന് പറയുന്നത് വളരെ പ്രകൃതി ഭംഗി, അതുപോലെ തന്നെ മലനിരകളുടെ കാഴ്ചകളും മറ്റും ആസ്വദിച്ചുകൊണ്ട് നമുക്ക് അങ്ങോട്ട് യാത്ര ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണ് നിങ്ങളെ കാണിക്കുന്നത്. അങ്ങനെ നമ്മൾ ഡാമിൻ്റെ ഫ്രണ്ട് വശത്തെത്തിയിട്ടുണ്ട്. ഡാമിലേക്ക് നമ്മൾ കയറുന്നില്ല, അവിടുന്ന് നേരെ റൈറ്റ് തിരിഞ്ഞ് ആണ് കവ ഐസ്ലാൻഡിലേക്ക് പോകുന്നത് കേട്ടോ. അപ്പം അതിന് മുന്നോടിയായിട്ട് നമുക്ക് ഡാം കാണാൻ പറ്റുന്നുണ്ട്. മഴയായതിനാൽ ഷട്ടറെല്ലാം തുറന്നിട്ട് നല്ല വെള്ളമൊക്കെ ചാടി സെറ്റായിട്ട് നല്ല രസം കേട്ടോ കാണാനായിട്ട്. പിന്നെ അങ്ങനെ റോക്ക് ഗാർഡൻ കാണാൻ പറ്റും നമുക്ക് റോഡ് സൈഡിലായിട്ട്, ആ സൈഡിലായിട്ട് ഉണ്ട്. പിന്നെ അങ്ങനെ തന്നെ അതുപോലെ തന്നെ ഒരു പഴയ ഒരു ബസ് സ്റ്റാൻഡാണ് റൈറ്റ് സൈഡിലുള്ളത്. അത് ഉപയോഗശൂന്യമായ ബസ് സ്റ്റാൻഡാണ്. പിന്നെ അങ്ങനെ വഴിയോര കാഴ്ചകളും കണ്ടുകൊണ്ട് നമുക്ക് നേരെ കവ ഐസ്ലാൻഡിലേക്ക് പോകാൻ കഴിയും കേട്ടോ. പ്രകൃതി രമണീയമായ കാഴ്ചകളും മറ്റും ആസ്വദിച്ചുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ട് പോകാൻ കഴിയും. കൂടുതലും നമുക്ക് കാണാൻ കഴിയുന്ന മലനിരകളും അതുപോലെ തന്നെ ഫോറസ്റ്റ്, അതുപോലെ കാടുകൾ, മരങ്ങൾ, അങ്ങനെയൊക്കെയാണ് കേട്ടോ കാണാൻ കഴിയുന്നത്. ജനവാസ മേഖല കുറവായ ഒരു ഏരിയയാണ് കേട്ടോ അവിടെ. അതായത് ജനങ്ങൾ ഉണ്ട്, എന്നിരുന്നാലും അത്ര തിങ്ങി പാർക്കുന്നില്ല. കൂടുതലും ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് അവിടെ ജനവാസ മേഖല കുറവാണ്. അതുപോലെ തന്നെ നമ്മൾ ഇങ്ങോട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഒരൊറ്റ പോക്ക് പോയി പെട്ടെന്ന് അവിടെ കണ്ടിട്ട് തിരിച്ചു വരരുത്. നമ്മളെല്ലാ സ്ഥലങ്ങളും കണ്ട് ഓരോ ഭാഗം നിർത്തി ഈ വനങ്ങളുള്ള ഭാഗമൊക്കെ നിർത്തി എക്സ്പ്ലോർ ചെയ്ത് എല്ലാം ആസ്വദിച്ച് വേണം പോകാനായിട്ട്. കാരണം അവിടെ നമുക്ക് എത്തിപ്പെട്ടാൽ നമ്മൾ ആ വ്യൂ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് തിരിച്ച് പോകാം എന്നുള്ള ഒരു ടെൻഡൻസി വരും. അപ്പോൾ ഇതിങ്ങനെ ആസ്വദിച്ച് നമ്മൾ പോവുകയാണെങ്കിൽ, അതായത് ഈ ഫോറസ്റ്റിൻ്റെ ഏരിയയും ഈ പക്ഷികളുടെ ശബ്ദവും മറ്റും ആസ്വദിച്ചൊക്കെ പോകുന്നത് പ്രത്യേക ഒരു വൈബ് തന്നെയാണ് കേട്ടോ. ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് മുന്നേയുള്ള വഴികളിൽ കാണുന്ന കാഴ്ചകളാണ് ഈ കാണുന്നത് കേട്ടോ. അത് എത്ര വലിയ മനോഹരമാണെന്ന് നമുക്ക് ഈ ക്യാമറയിലൂടെ പകർത്തുമ്പോൾ നിങ്ങൾക്കത് എത്ര എഫക്റ്റ് ചെയ്യുന്നതെന്ന് അറിയില്ല. നല്ല വായുവും അന്തരീക്ഷവും നല്ല യാത്രയും നമ്മളെ മനസ്സ് നല്ല ക്ലിയർ ആക്കും കേട്ടോ. മനസ്സിലെന്തെങ്കിലും ടെൻഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ യാത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു നല്ലൊരു റിലാക്സേഷൻ ഫീൽ ചെയ്യും കേട്ടോ. ചിലവർക്കിൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. യാത്രകളെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു നല്ലൊരു അനുഭൂതിയാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് വന്യജീവികളുണ്ട് എന്നുള്ള സൈൻ ബോർഡ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ പാറ തുരന്നുണ്ടാക്കിയ റോഡായതുകൊണ്ട് തന്നെ നല്ല തണുപ്പാണ് കേട്ടോ ഇതിലേക്ക് പോകാനായിട്ട്. ഇവിടെ ഈ റോഡിലൂടെ പോകുമ്പോൾ നല്ല പാറ രണ്ട് സൈഡും തുരന്നിട്ടാണ് റോഡ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നല്ല തണുപ്പും നല്ല അന്തരീക്ഷം, നല്ല ക്ലൈമറ്റുമാണ് അവിടെ ആയിട്ട്. അപ്പോൾ കവ ഐസ്ലാൻഡിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്നുള്ള കാഴ്ചകൾ ഇനി നമുക്ക് നേരിട്ട് കാണാം. കൂടുതലും ഫോറസ്റ്റ് ഏരിയയാണ് കേട്ടോ. അവിടെ എത്തുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് കൂടുതലും ഫോറസ്റ്റ് ഏരിയയാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കാറിൽ പോകുന്നതിനേക്കാൾ എനിക്ക് തോന്നിയ കാര്യമാണ്, കാറിൽ പോകുന്നതിനേക്കാൾ നമുക്ക് എന്തുകൊണ്ടും ബെറ്റർ ബൈക്കിൽ പോകുമ്പോഴുള്ള ഒരു ആംബിയൻസ് ആണ് കേട്ടോ. ബൈക്കിൽ പോകുമ്പോൾ നമുക്ക് ഒരുപാട് എക്സ്പ്ലോർ ചെയ്ത് നല്ല പോകാൻ കഴിയും. കാറിലാകുമ്പോഴും കുഴപ്പമില്ല, നമ്മൾ ഗ്ലാസ്സൊക്കെ താത്തി AC ഒന്നും ഇടേണ്ട ആവശ്യമില്ല. ഗ്ലാസ്സൊക്കെ താത്തി സുഖമായിട്ട് പോകാൻ പറ്റും കേട്ടോ. അങ്ങനെ നമ്മളുടെ യാത്രയ്ക്കൊടുവിൽ നമ്മൾ കവ ഐസ്ലാൻഡിലേക്ക് എത്തിച്ചേർന്നു. അപ്പോൾ ഇതാണ് അവിടുത്തെ ഫസ്റ്റ് വ്യൂ എന്ന് പറഞ്ഞാൽ ഇതാണ്. നല്ല സൂപ്പറായിട്ടുള്ള മലനിരയാണ്. ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞാനത് വകവെച്ചില്ല. നമ്മുടെ ലക്ഷ്യം ഷൂട്ട് ചെയ്യാനാണല്ലോ. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ടത് ഷൂട്ട് ചെയ്തു കേട്ടോ. മഴക്കാലം ആയതുകൊണ്ട് തന്നെ നല്ല വെള്ളം കയറിയിട്ടുണ്ട്. സാധാരണ വേനൽക്കാലത്തൊക്കെ ഇത്രയും വെള്ളം ഉണ്ടാവാറില്ല കേട്ടോ. അപ്പോൾ ഒരുപാട് വെള്ളം, ഡാമിൽ ഇഷ്ടംപോലെ വെള്ളം ഉള്ളതുകൊണ്ടാണ് ഇവിടെ വെള്ളം എത്തിയിരിക്കുന്നത്. ഇതിനെക്കാട്ടിലും വെള്ളം കൂടാറുമുണ്ട്, കുറയാറുമുണ്ട് കേട്ടോ. ഏത് ക്ലൈമറ്റിൽ വന്നാലും ഇവിടുത്തെ കാഴ്ച കാണാൻ വളരെ ഭംഗിയുള്ളതാണ് എന്നാണ് ഇവിടുത്തെ പ്രത്യേകത കേട്ടോ. അതാണ് കവ ഐസ്ലാൻഡ് എന്ന് തന്നെ അറിയപ്പെടാൻ കാരണം അത്രയും ഭംഗിയാണ്. നമ്മുടെ കാറ്റൊക്കെ അടിച്ചിട്ട് വെള്ളം തിരമാല പോലെ കളകളാ ശബ്ദത്തിൽ ഇങ്ങനെ അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാൻ തന്നെ പ്രത്യേക ഒരു രസമാണ്, ഭയങ്കര ഫീലാണ്. ഫാമിലിയും അതുപോലെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോയി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. നമ്മൾ മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആകാനും മറ്റും നമുക്ക്
നമ്മുടെ ജില്ലയിൽ തന്നെ, പാലക്കാട് ജില്ലയിൽ തന്നെ ഇത്രയും നല്ലൊരു സ്ഥലം ഉണ്ട് തന്നെ ഉള്ളത് തന്നെ നമുക്ക് ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് കാണണം കേട്ടോ. അത്രയും നല്ല പവർഫുള്ളായിട്ടുള്ള സ്ഥലമാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ജലസംഭരണി എന്നറിയപ്പെടുന്നത് മലമ്പുഴ ഡാമാണെന്നാണ് കേട്ടോ. നമുക്ക് ഈ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അറിയാൻ പറ്റും. നല്ല സൈഡ് വ്യൂ, അതുപോലെ തന്നെ ഈ എവിടുന്ന് നോക്കിക്കഴിഞ്ഞാലും കവായ് ഐസ്ലാൻഡ് എന്ന് പറയുന്നത് വളരെ ഭംഗിയേറിയ സ്ഥലമാണ് കേട്ടോ. മൈൻഡ് ഫ്രീ ആകാനും മറ്റും നമുക്ക് റിലാക്സ് ആകാനൊക്കെ അടിപൊളിയായിട്ട് പോയിരിക്കാൻ പറ്റിയ സ്ഥലമാണ്. പാലക്കാട് ജില്ലയിൽ ഇതുപോലൊരു സ്ഥലം ഉണ്ട്. അതുപോലെ തന്നെ ഇരുമ്പകച്ചോല ഉണ്ട്. അത് ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇരുമ്പകച്ചോലയുണ്ട്. പക്ഷേ ഇരുമ്പകച്ചോലയേക്കാൾ കൂടുതൽ ഏരിയ, അതായത് സ്ഥലം കൂടുതലുള്ളത് കവായ് ഐസ്ലാൻഡിനാണ് കേട്ടോ. നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വെള്ളച്ചാട്ടങ്ങൾ, അതുപോലെ പ്രകൃതിയോട് ഭംഗിയുള്ള സ്ഥലങ്ങൾ, അതുപോലെ കുക്കിങ്, പിന്നെ അതുപോലെ അൺബോക്സിങ്, അങ്ങനെയുള്ള വീഡിയോസാണ് കൂടുതലും നമ്മുടെ ചാനലിൽ ഉള്ളത് കേട്ടോ. പ്രത്യേക ഭംഗിയാണ് ഇവിടുത്തെ കാഴ്ചകൾ. അത് ഓരോ കാലാവസ്ഥയിലും ഓരോ കാഴ്ചകളാണ് കേട്ടോ. വേനൽക്കാലമായാൽ ഇത്ര വെള്ളം ഉണ്ടാവാറില്ല. വേനൽക്കാലത്ത് വെള്ളം കുറവായിരിക്കും. അപ്പോൾ തന്നെ നമുക്ക് വണ്ടിയൊക്കെ അതിലേക്ക് ഇറക്കാനൊക്കെ പറ്റും കേട്ടോ. 4 വീൽ വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ, ജീപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇറക്കി നന്നായിട്ടൊന്ന് കറക്കി എക്സ്പ്ലോർ ചെയ്യാൻ അടിപൊളിയാണ്. വെള്ളം കയറിയത് കൊണ്ട് തന്നെ മീൻപിടുത്തം സജീവമാണ് കേട്ടോ. മീൻ പിടിക്കുന്ന ഒരുപാട് പേരെ ഞാനവിടെ കണ്ടു. ഫ്രണ്ട്സ്, അപ്പോൾ ഫോറസ്റ്റിൻ്റെ സൈഡിൽ നിന്നുള്ള ഒരു വ്യൂ ആണിത്. കാടിൻ്റെ ഒരു ശബ്ദം കണ്ടില്ലേ. അതുപോലെ തന്നെ ഫ്രണ്ട്സ്, ആ കാണുന്ന കരിമ്പന കണ്ടോ. കരിമ്പന ആ സ്ഥലത്തൊക്കെ വേനൽക്കാലത്ത് അതുവരെയൊന്നും വെള്ളം ഉണ്ടാവാറില്ല കേട്ടോ. അതുകൊണ്ട് നമുക്ക് അവിടെയൊക്കെ പോകാൻ പറ്റിയിരുന്നു. പക്ഷേ ഇപ്പോൾ അവിടെ വെള്ളം നിറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സെറ്റായിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോ ഒക്കെ ആയിട്ട് ഇനിയും വരും ഞാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. അതുവരയ്ക്കും ബൈ.